ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. അതിമനോഹരമായിട്ട് തൻ്റെ ഗാർഡനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അധ്യാപികയുടെ ഗാർഡൻ വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ആഡ് ചെയ്യാം. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ടീച്ചറുടെ ഗാർഡൻ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് കളക്ഷൻ തന്നെ ഈ ടീച്ചറുടെ പക്കലുണ്ട്. ഇത് കണ്ടോ, മുളയിലാണ് ഈ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മുളയ്ക്ക് ഇങ്ങനെ പല ഷേപ്പിൽ മുളകൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ബോർഡർ ഗ്രാസ് ആണ് പിടിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ പിടിച്ചു വരുന്നേ ഉള്ളൂ. ഈര വെച്ചിട്ടാണ് ഇത് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഈരയിൽ ഹാങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിട്ടുനിന്ന് നോക്കുമ്പോൾ, കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ പോട്ട് മാത്രമേ കാണുള്ളൂ. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു പോട്ടിനെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. ആ ത്രെഡ് കാണില്ല. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് അങ്ങനെ കാണാൻ. അപ്പോൾ ഇത് മുള മറ്റൊരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഹോള് ഡ്രില്ല് ചെയ്തിരിക്കുന്നത് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ടാണ് ഹോള് ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് തന്നെ ഇവരുടെ അടുത്തുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകൾ മുളപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ തൈ മുളച്ച് വന്നിട്ടുണ്ട്. അഡീനിയത്തിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവരുടെ അടുത്തുണ്ട്. അഡീനിയൊക്കെ പൂ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നല്ല വെയിലാകുന്ന സമയത്താണ് നന്നായിട്ട് അഡീനിയം പ്ലാന്റ്സിൽ പൂക്കൾ വന്ന് തുടങ്ങുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ പോട്ടുകളിലൊക്കെ പുതിയതായിട്ട് കിട്ടിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ്, അതുപോലെ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെയാണ്. ഒക്കെ സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഈ വൈറ്റ് പോട്ട്സുകൾ ശ്രദ്ധിച്ചോ? ഈ വൈറ്റ് പോട്ടുകളൊക്കെ ഇവർ തയ്യാറാക്കിയെടുത്താണ്. ഇവിടുത്തെ ഉമ്മ റെഡിയാക്കിയെടുത്താണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഒരു റൗണ്ട് പോട്ട്, ബോൺസായി പോട്ട്. ആ പോട്ടുകളൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്താണ്. ഒരുപാട് പോട്ട്സുകൾ ഇവർ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ പോട്ട്സുകളൊക്കെ ഇവർ പുതിയതായിട്ട് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഈ പോട്ട്സുകളൊക്കെ. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളിൽ ഒരുപാട് പോട്ട്സുകൾ ഇവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് കോളീസ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ്. ഒരുപാട് വെറൈറ്റീസ് തന്നെ ഇവരുടെ അടുത്ത് ഈ കോളീസ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അടിക്ക് കട്ട് ചെയ്ത് നിർത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ താഴ്ത്തി കട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പോട്ട് നിറയെ തിക്കായിട്ട് തന്നെ ഈ കളർ ലീവ്സ് കംപ്ലീറ്റ് വന്നിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഒരു ബോട്ടിൽ ക്യാൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഒരു കുഞ്ഞു പോട്ടും അതിൻ്റെ അടിഭാഗം കൊണ്ട് ആ ഒരു പോട്ടും, അങ്ങനെ 2 പോട്ടായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഈ പ്ലാന്റ്സിൻ്റെ ലീവ്സ് കണ്ടോ, എന്ത് ഭംഗിയാണ് അല്ലേ, നല്ല തിക്കായിട്ട് നല്ലൊരു ഷേപ്പിൽ നിൽക്കുന്ന ലീവ്സ്. അപ്പോൾ ഇത് കലാഞ്ചിയ പ്ലാന്റ് ആണ്. കലാഞ്ചിയ, കാലഞ്ചിയോ എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റിയാണ്. ഇത് യെല്ലോ അതുപോലെ റെഡ് കളറിലാണ്. അപ്പോൾ ഇതിൽ പൂക്കളൊന്നും ആയിട്ടില്ല, മൊട്ടൊക്കെ ഇട്ട് വരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സ് അതിലുണ്ടാകും. പെപ്പറോമിയ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. പെപ്പറോമിയ പ്ലാന്റ്, റബ്ബർ പ്ലാന്റ്, സ്മോൾ റബ്ബർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റ് മുന്നേക്ക് തൊടിയിലൊക്കെ ഉണ്ടായിരുന്നു. തൊടിയിലൊക്കെ ഇങ്ങനെ ക്ലൈംബ് ചെയ്തിട്ട് പോയിരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് കണ്ടോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ലിപ്സ്റ്റിക്ക് പോലെ അതിൻ്റെ ഫ്ലവറൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ലുക്കുണ്ട്. നമ്മൾ ഗാർഡനിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസുകളൊന്നും വേസ്റ്റ് അല്ല. നമ്മൾ ഒഴിവാക്കി കളയുന്ന പല ബോട്ടിൽസും നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല ഷോ പീസായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊരു ഐസ്ക്രീം കണ്ടെയ്നറും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുമാണ്. അപ്പോൾ ഇതിനെ പ്ലാസ്റ്റിക് നൂല് കയറ് യൂസ് ചെയ്തിട്ട് അതിനെ ചുറ്റി വരിഞ്ഞ് കെട്ടിയിട്ട് പ്ലാന്റ്സ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയൽസൊക്കെ വേസ്റ്റാക്കി കളയുന്നതിന് പകരം പ്ലാന്റ്സ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഗാർഡനിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു സംഭവം കാണാം. ഈ ഓർക്കിഡ് പ്ലാന്റ്സിനെ നെറ്റിൽ സെറ്റ് ചെയ്തിട്ട് ഈ പ്ലാവിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ആ പ്ലാവിൽ കെട്ടിയിരിക്കുകയാണ്. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേര് കംപ്ലീറ്റ്, നെറ്റ് പൊട്ടി അതിൻ്റെ വേര് കംപ്ലീറ്റ് ആ പ്ലാവിലേക്ക് പടർന്നു കയറിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഓർക്കിഡ് പ്ലാന്റ്സിനൊക്കെ ഇങ്ങനെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മരവാഴയുടെ ആ ഒരു ഫാമിലിയിൽ പെട്ട പ്ലാന്റ്സുകളാണല്ലോ ഓർക്കിഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ മരത്തിൽ പിടിച്ച് വളരുന്നതാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഈ ഒരു ഓർക്കിഡിന് ഇപ്പോൾ ഉണ്ട്. അതുപോലെ ഈ ഗാർഡനെ ഭംഗി കൂട്ടുന്ന മറ്റൊരു വർക്ക് നമുക്ക് കാണാം. ടയറുകളിലെ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ കൊടുത്ത് പ്ലാന്റ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഗാർഡനെ ഭംഗി കൂട്ടുന്ന മറ്റൊരു വർക്കാണ്. ഇവിടെ ഓർക്കിഡിനെ മറ്റൊരു ടൈപ്പിൽ നമുക്ക് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഈ ഓർക്കിഡിനെ വുഡൻ പീസിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഗ്രോത്ത് ആയി വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റും. ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെയൊക്കെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ്സ്, അതുപോലെ ജെറബറ, സിങ്കോണിയം, എഗ്ലോണിമ, ഇതിൻ്റെയൊക്കെ വലിയൊരു കളക്ഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ പാർട്ട് 1 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിയോൺ പോത്തോസിനെ ഒരു ഇൻഡോർ ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇത് ലക്കി ബാമ്പുവിനെ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മളെ കിച്ചണിൻ്റെയൊക്കെ പുകക്കുഴലുണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സെയിലിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം. ഓൺലൈൻ സെയിൽ ഇപ്പോൾ ഇല്ല. ഇത് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ വളാഞ്ചേരി സെൻട്രലായിട്ട് വരും കൊളത്തൂർ. കൊളത്തൂർ പോലീസ് സ്റ്റേഷന് അടുത്ത് തന്നെയാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്.
നമ്മളെ ഗാർഡനിലും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് അറിവുകൾ ഈ ടീച്ചറുടെ ഗാർഡനിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ലഭിക്കുന്ന ഗാർഡനുകൾ നമുക്ക് ഇനിയും വിസിറ്റ് ചെയ്യാം. ഇതുപോലത്തെ ഗാർഡൻ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.